മലയാളത്തിലെ റൊമാന്റിക് നായകന്മാരെക്കുറിച്ച് പറയുകയാണ് നടൻ സുരേഷ് ഗോപി. റൊമാന്റിക് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ ആരും റൊമാന്റിക് ഹീറോ എന്ന് വിളിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വളരെ സീരിയസായ പ്രണയങ്ങളാണ് സിനിമയിൽ മമ്മൂട്ടി ചെയ്തിരുന്നതെന്നും അതുകൊണ്ട് അദ്ദേഹത്തെയും ആരും ലവർ ബോയ് എന്ന് വിളിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുരേഷ് ഗോപി മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും കുഞ്ചാക്കോ ബോബനെക്കുറിച്ചും വാചാലനായത്. എന്നെ ആരും റൊമാന്റിക് ഹീറോ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ റൊമാന്റിക് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയ്ക്കും അങ്ങനെ ഒരു റൊമാന്റിക് ഇമേജ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. വളരെ സീരിയസായ പ്രണയങ്ങളാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. ലവർ ബോയ് എന്ന് മമ്മൂക്കയെ ആരും വിളിച്ചിട്ടില്ല. പക്ഷേ പിൻനിലാവ് എന്ന സിനിമയിലൊക്കെ തലകുത്തിമറിഞ്ഞ് പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള വിദ്യകൾ കാണിക്കുന്ന കഥാപാത്രങ്ങളും മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ റൊമാൻസിന് ആരാധകർ ഏറെയാണ്. പിന്നെ ചാക്കോച്ചനും അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്, സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന JSK ഇനി സുരേഷ് ഗോപിയുടേതായി പുറത്തിറങ്ങാനുള്ള സിനിമ. അനുപമ പരമേശ്വരനും മുഖ്യവേഷത്തിലെത്തുന്ന കോർട്ട് റൂം ത്രില്ലർ ചിത്രത്തിന്റെ റിലീസ് അനുമതി സെൻസർ ബോർഡ് നിഷേധിച്ചു. സിനിമയുടെ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സിനിമയിലെ ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് നിർദ്ദേശം. അതേസമയം പേര് മാറ്റാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നിർമ്മാതാക്കൾ. ഇതോടെയാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകില്ലെന്ന തീരുമാനത്തിലെത്തിയത്. ജൂൺ 27 സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് തീരുമാനിച്ചിരുന്നത്. അതേസമയം ചിത്രത്തിന്റെ സർട്ടിഫിക്കേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു. UA 30+ റേറ്റിംഗ് ആയിരുന്നു സിനിമയ്ക്ക് അന്ന് ലഭിച്ചിരുന്നത്.